ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫറൻസിനെ പറ്റിയാണ്. നേരത്തെ ഞാൻ മുമ്പും കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും പലർക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം വെച്ചാൽ പലർക്കും ഇപ്പോഴും മുന്നിട്ടിറങ്ങി പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ കേൾക്കാറുണ്ട്. പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോരുത്തർ പറയും ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാ അങ്ങനെയാന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മൂടി വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ നോക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്തയെ നിങ്ങൾ മറന്നേക്കുക. കാരണം വെച്ചാൽ അവർക്ക് പറയേണ്ട ആൾക്കാർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ടാലോ എന്തിനായാലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചില്ല. ഇങ്ങനെ എനിക്ക് ഏത് എവിടെ പോയിട്ടാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ആരെ അടുത്തുനിന്ന് പഠിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു തീരുമാനമാണ്. ഇപ്പൊ ഞാൻ ആരെയും ഇങ്ങനെ ഇത് ചെയ്ത് പറയുന്നതല്ല. ഇങ്ങനെ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണേലും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല പഠിക്കും. കാരണം ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവത്തില്ല. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്, ജോലിയുള്ള ആൾക്കാരാണ് എങ്കിൽ അവർക്കൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മെയിനായിട്ടും ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു വേൾഡ് വൈഡ് ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കും കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പൊ പുറത്തേക്ക് പോയി അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് ഒന്നും അറിയത്തില്ല എങ്കിൽ നമുക്കും അറിയത്തില്ല എങ്കിൽ നമ്മൾ പെടും. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് ബാംഗ്ലൂർ പോവാന്ന്, കർണാടക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്ഥലം ഇപ്പൊ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ഇവരെല്ലാം പോയാലും നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നോർത്തിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഹിന്ദിയാണ് അവിടുത്തെ മെയിൻ. ബിക്കോസ് നമുക്കിപ്പോ ഹിന്ദി അറിയത്തില്ല എങ്കിലും കോമൺ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാവുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആർക്കും എപ്പോ സിമ്പിൾ ആയിട്ട് പഠിക്കാം, വലിയ ഹെവി ബേർഡൻ ഒന്നും ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഹിന്ദിയൊക്കെ ആണെങ്കിൽ നമുക്ക് പള്ളിയും പുള്ളിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഇതൊക്കെ ഉണ്ടല്ലോ, സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ അതൊന്നും ഇല്ല. നമുക്ക് ലെറ്റേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ABCD അറിയാം, നിങ്ങൾ വായിക്കും, നിങ്ങൾ എഴുതാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് പറയാൻ മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ തന്നെ വിചാരിക്കണം ഞാൻ ഇത് പഠിച്ചെടുക്കുന്നുണ്ട്. ഞാൻ മുമ്പേ നിങ്ങൾ വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് മിറർ പ്രാക്ടീസ്. മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആരുടെ ഉപദേശം ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുക മക്കളെ. ഞാൻ ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് എല്ലാ വീഡിയോസിന്റെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് കാണുവാണെങ്കിൽ എന്റെ താഴെ തന്നെ ഈ നമ്പറും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ പറയുന്നതായിരിക്കും. ക്ലാസ് വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ ഇന്നത്തെ എന്റെ ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ചാണ്. ചെറിയൊരു സ്പീച്ചാണ് ഇത്, വലിയതൊന്നുമല്ല, ചെറുതായിട്ടാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. പലരും ഇങ്ങനെ പറയുന്ന കേട്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്നും മടിയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇറങ്ങി വാ മക്കളെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ അതിലൊരു ചിന്തയും കാണിക്കേണ്ട, മടിയും വിചാരിക്കേണ്ട. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.